ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഉലർത്താണ്. വെറും ചിക്കൻ ഉലർത്തല്ല, ചമ്മന്തി ചിക്കൻ ഉലർത്ത്. ഇത് ഞാൻ തന്നെ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് ഗൈസ്. നമ്മുടെ ഉള്ളി ചമ്മന്തിയുടെ കൂട്ട് ചിക്കൻ കറിയിലേക്ക് ആഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രൈ. ആദ്യം തന്നെ നമ്മൾ അടുപ്പെല്ലാം കൂട്ടി ചട്ടിയിലാണ് കേട്ടോ ഇത് കുക്ക് ചെയ്യുന്നത്. എനിക്ക് ഗ്യാസിൽ കുക്ക് ചെയ്യുന്നേക്കാളും വിറകടുപ്പിൽ ചിക്കൻ കറി ഉണ്ടാക്കുന്നതാണ് ഗൈസ് കൂടുതൽ ഇഷ്ടം. ആദ്യം തന്നെ ചട്ടി ചൂടായ ശേഷം ആവശ്യത്തിന് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഉള്ളി ചമ്മന്തിയുടെ കൂട്ടാണ്. ചിക്കൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചെറിയ ഉള്ളി, വറ്റൽമുളക്, തക്കാളി ഇത്രയും ആഡ് ചെയ്ത് മൂപ്പിച്ചെടുക്കുക. നല്ല മൂപ്പിച്ചെടുത്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് ചൂടാറാൻ വേണ്ടി നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ പെരട്ട് തയ്യാറാക്കാം. ആദ്യം തന്നെ ആസ് യൂഷ്വൽ ചട്ടിയിലേക്ക് സവോള ആഡ് ചെയ്ത് കൊടുക്കുക. സവോള വരണ്ട കിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും. അതിനുശേഷം ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇച്ചിരി പട്ട, ഗ്രാമ്പു, ഏലക്ക ആഡ് ചെയ്യുക. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഗോൾഡിഷ് കളറായി വരണ്ട് വരും വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു ടൈമിനിടയ്ക്ക് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ചമ്മന്തിയുടെ കൂട്ട് മിക്സിയിലേക്ക് ആക്കി പേസ്റ്റ് ആക്കി എടുക്കുക. ഇതുപോലെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഗ്രേവിയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പച്ചമുളകും ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മൂപ്പിച്ചെടുക്കണം ഗൈസ്. ഇളക്കി എൻ്റെ കൈ കഴിച്ചപ്പോൾ ഞാൻ എൻ്റെ അസിസ്റ്റന്റിനെ കൂടി കൂട്ടിയിട്ടുണ്ട്. കുക്കിങ്ങിൽ ആൾക്ക് തീരെ ഇൻട്രസ്റ്റ് ഇല്ലെങ്കിലും ഞാനൊന്ന് ടയർഡായ എന്നെ ഹെൽപ്പ് ചെയ്യാൻ കൂടാറുണ്ട്. ആളെ ഹെൽപ്പ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ പിന്നെ പക്ക ഫിനിഷിംഗ് ആണ് കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ പെരട്ടൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് നന്നായി മൂപ്പിച്ചെടുക്കുക. ഇത് ഇടയ്ക്കിടയ്ക്ക് കറിയിലേക്ക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ ചമ്മന്തിയുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. അറ്റ് ലാസ്റ്റ് നമ്മുടെ ഹീറോ ചിക്കനെ നമുക്ക് ചട്ടിയിലേക്ക് ആക്കാം. ചിക്കനെ ഞാൻ 1 hour മുന്നേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, പെപ്പർ പൗഡർ ഇതെല്ലാം ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് പുരട്ടിയെടുക്കാം. എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് മുകളിലേക്ക് വന്നിട്ടുണ്ട് ഗൈസ്. ഇനി ഒരു 5 മിനിറ്റ് കൂടെ വരട്ടിയെടുക്കുമ്പോൾ അത് ഇങ്ങനെയായി കിട്ടും. അങ്ങനെ നമ്മുടെ ചമ്മന്തി ചിക്കൻ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത പരിപാടി ടേസ്റ്റിംഗ് ആണല്ലോ. ഇതിന്റെ കൂടെ പക്ക കോമ്പിനേഷൻ ആയിട്ട് വരുന്നത് പുട്ടാണ് കേട്ടോ. നല്ല അരിപ്പുട്ടും പപ്പടവും ചിക്കൻ ഉലർത്തും. ഈ ഒരു കോംബോ കാണാനും സ്മെല്ലും എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു ടൈമിൽ മഴയും കൂടി ഉണ്ടായിരുന്നു ഗൈസ്. എല്ലാം കൂടി പൊളി വൈബായിരുന്നു. ആ ഒരു തണുത്ത അറ്റ്മോസ്ഫിയറും ചൂട് പുട്ടും കറിയും ഞാൻ ഉണ്ടാക്കിയോണ്ട് ചുമ്മാ പൊക്കി പറയുന്നതെന്നല്ല ഗൈസ്, അടിപൊളി ഫ്ലേവർ ആയിരുന്നു. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. കിട്ടില്ല ഫീലായിരുന്നു ഗൈസ്. ഓരോ വായും വെക്കുമ്പോഴും അടിപൊളി ഫീലായിരുന്നു. അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും വൺസ് എൻ്റെ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വരെ ബൈ.